to Digital Professor. So let's continue with the next part of Module 1. Next topic, casting and outboxing and autoboxing. So what is casting? Casting means converting one data type into another data type. അതായത് ജാവ ഓട്ടോമാറ്റിക്കലി ഒരു ഡാറ്റ ടൈപ്പിനെ വേറൊരു ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇൻറ്റ് നം ഈക്വൽ ടു 10 ഡബിൾ വാല്യൂ ഈക്വൽ ടു നം system.out.println വാല്യൂ. സോ ഇവിടെ ജാവ എന്ത് ചെയ്യും, ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനെ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് കാസ്റ്റിംഗ്. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇൻറ്റ് നം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഡബിൾ വാല്യൂ ഈക്വൽ ടു നം. സോ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂ ഈക്വൽ ടു നം ആണ്. നം എന്ന് പറയുന്നതിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 10 എന്ന് പറയുന്നതാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 10. സോ ഇവിടെ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. അതിനെ ജാവ ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇൻറ്റ് നം ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ അസൈൻ ചെയ്ത വാല്യൂ ഇവിടെ println വാല്യൂ, അതായത് വാല്യൂ ഈക്വൽ ടു നം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഹിയർ ജാവ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ഇൻറ്റ് ഇൻറ്റു ഡബിൾ ഡാറ്റ ടൈപ്പ്. ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്. കാസ്റ്റിങ്ങിൽ വരുന്ന ഫസ്റ്റ് ടൈപ്പാണ് വൈഡനിങ് കാസ്റ്റിംഗ്. അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതായത് കൺവേർട്ടിംഗ് എ സ്മാളർ ഡാറ്റ ടൈപ്പ് ടു എ ലാർജർ ഡാറ്റ ടൈപ്പ്. അതായത് സ്മോൾ വാല്യൂ വരുന്ന ഡാറ്റ ടൈപ്പ് എന്ന് ഹയർ ഡാറ്റ ടൈപ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് വൈഡനിങ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻറ്റ് നം ഈക്വൽ ടു 50 ഡബിൾ ഡി ഈക്വൽ ടു നം system.out.println ഡി. ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഡി എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂ ആണ്. ഡി എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്താണ്? നം ആണ്. നം എന്ന് പറയുന്നതിൽ എന്താ ഉള്ളത്? 50 ആണ് ഉള്ളത്. സോ എന്തായിരിക്കും ഔട്ട്പുട്ട്? 50. ഈ വൈഡനിങ് കാസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൽ ഡാറ്റ ലോസ് ഉണ്ടാവില്ല. അതായത് ചെറുതെന്ന് വലുതിലോട്ട് ആണ് അതിനെ കൺവേർഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ കൂടുതലല്ലാതെ അതിലുള്ള ഡാറ്റ ലോസ് ഉണ്ടാവില്ല. അതാണ് വൈഡനിങ് കാസ്റ്റിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് ആണ് നാരോ കാസ്റ്റിംഗ്. നാരോയിങ് കാസ്റ്റിംഗ്, അതായത് എ ലാർജർ ഡാറ്റ ടൈപ്പ് ടു സ്മോളർ ഡാറ്റ ടൈപ്പ്. വൈഡനിങ് കാസ്റ്റിംഗ് സ്മോളർ ഡാറ്റ ടൈപ്പ് എന്ന ലാർജർ ഡാറ്റ ടൈപ്പിലേക്കായിരുന്നു വന്ന് കൺവേർട്ട് ചെയ്തിരുന്നത്. നാരോയിങ് കാസ്റ്റിംഗിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ലാർജർ ഡാറ്റ ടൈപ്പ് എന്ന് സ്മോളർ ഡാറ്റ ടൈപ്പിലേക്കായിരിക്കും കൺവേർഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ ഡാറ്റ ലോസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് നാരോയിങ് കാസ്റ്റിംഗിൽ. ഒരു എക്സാമ്പിൾ നോക്കുക. ഡബിൾ ഡി ഈക്വൽ ടു 45.67 ദെൻ ഇൻറ്റ് നം ഈക്വൽ ടു ഇൻറ്റ് ഡി. സോ system.out.println നം. എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത്? നം എന്ന് പറയുന്നതിലെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ നം ഈക്വൽ ടു ഇൻറ്റ് ഡി, അതായത് ഡി എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതിൽ എന്താണോ അതാണ് അവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഡി ഈക്വൽ ടു 45.67. സോ ഇവിടുത്തെ ഔട്ട്പുട്ട് നോക്കിയേ, 45 ആണ്. അതായത് 0.67 എന്ന് പറയുന്ന വാല്യൂ ലോസ്റ്റ് ആയിട്ടുണ്ട്. അതാണ് നാരോയിങ് കാസ്റ്റിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു മാനുവൽ പ്രൊസീജിയറാണ്, കൂടുതലായിട്ടും ഓട്ടോമാറ്റിക് അല്ല. സോ ഇതിലെ ഡാറ്റ ലോസ് എപ്പോഴും കൂടുതലായിരിക്കും നാരോയിങ് കാസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ലെസ് പ്രിഫറബിൾ ആണ്. കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ വൈഡനിങ് കാസ്റ്റിംഗ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, അറേസ് ഇൻ ജാവ. എന്താണ് അറേസ്? An array is a collection of elements of the same data type stored under single name. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ 5 സ്റ്റുഡൻസിൻ്റെ മാർക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ അത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇൻറ്റു മാർക്ക് 1 ഈക്വൽ ടു 80, ഇൻറ്റു മാർക്ക് 2 ഈക്വൽ ടു 75, ഇൻറ്റു മാർക്ക് 3 ഈക്വൽ ടു 90. ഇതേമാതിരി ഓരോന്നായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇൻറ്റ് ഒരു അറേ മാർക്ക് ഈക്വൽ ടു 80, 75, 90 ഇതെല്ലാം കൂടെ ഒരൊറ്റ സിംഗിൾ അറേ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇതാണ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് വൈ അറേ ഈസ് നോൺ ആസ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ്. സിംഗിൾ 1 by 1 അല്ലാതെ തന്നെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് അറേ എന്ന് പറയുന്നത്. ഇനി അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഇത് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് മെത്തേഡ് ഇൻറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നമ്പേഴ്സ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റ് നമ്പേഴ്സ്
സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു ടൈപ്പിൽ നമുക്ക് അറേ ഡിക്ലെയർ ചെയ്യാം. എയ്തർ ദിസ് വൺ ഓർ എയ്തർ ദിസ് വൺ. ഏത് യൂസ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾക്ക് അറേ ഡിക്ലറേഷൻ ചെയ്യാം. അറേ ക്രിയേഷൻ. നമ്മൾക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് 5 കപ്പാസിറ്റി വരുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു ന്യൂ ഇൻറ്റ് 5. അതായത് 5 വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതാണ് അറേ ക്രിയേഷൻ. This create an array that can store 5 integers. Next one, array initialization. Suppose int numbers equal to 10, 20, 30, 40, 50. ഇങ്ങനെ ഒരു array നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി ഇതിൽ ഓരോന്ന് വാല്യൂസിനും ഇൻഡെക്സ് പൊസിഷൻസ് ഉണ്ടാവും. അതായത് സ്റ്റാർട്ട് ചെയ്യുക 0 ആയിരിക്കും. അപ്പോൾ 10ൻ്റെ 10 0th പൊസിഷനാണ്, 20 ഫസ്റ്റ് പൊസിഷൻ, 30 സെക്കൻഡ് പൊസിഷൻ, 40 തേർഡ് പൊസിഷൻ, 50 ഫോർത്ത് പൊസിഷൻ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇൻറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 10, 20, 30. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നമ്പേഴ്സ് 0. അതായത് 0th ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പർ ആയിരിക്കണം നമ്മൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യേണ്ടത്. സോ ഈ 10, 20, 30 എന്ന് പറയുന്ന ഈ ഒരു അറേയിൽ 0th ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ ഏതാണ്? 10 ആണ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 10. ഇങ്ങനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ ചെയ്യുക. നെക്സ്റ്റ്, ട്രാവേഴ്സിങ് ആൻ അറേ. ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു അറേ എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യാം. സപ്പോസ് ഇതാണ് നമ്മളുടെ അറേ 10, 20, 30, 40, 50. അറേ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ ഫോർ ലൂപ്പ് ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു 0, ഐ ഗ്രേറ്റർ ദാൻ നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് ഐ പ്ലസ് പ്ലസ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നമ്പേഴ്സ് ഐ. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഐ ഈക്വൽ ടു 0, ഐ ഗ്രേറ്റർ ദാൻ നമ്പേഴ്സ് ഡോട്ട് ലെങ്ത് ഐ പ്ലസ് പ്ലസ്. അതായത് 0 മുതൽ അങ്ങോട്ട് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് നമ്മളുടെ അറേയിലുള്ള വാല്യൂസിനെ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ ഇൻഡെക്സ് പൊസിഷൻ 0ൽ ഏത് വാല്യൂ ആണ്? 10. 10 ഇവിടെ പ്രിൻ്റായി. അത് കഴിഞ്ഞ് ഐ പ്ലസ് പ്ലസ് ചെയ്തു. സോ നെക്സ്റ്റ് ഇൻഡെക്സ് പൊസിഷനിലേക്ക് വന്നു, 1ലേക്ക് വന്നു. അവിടെ 20 ആണ്, 20 പ്രിൻ്റ് ചെയ്തു. നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ്. അപ്പോൾ നെക്സ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ 30 ആണ്, 30 പ്രിൻ്റ് ചെയ്തു. 40 പ്രിൻ്റ് ചെയ്തു. 50 പ്രിൻ്റ് ചെയ്തു. ഇതാണ് ട്രാവേഴ്സിങ് ആൻ അറേ യൂസിങ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് അറേസ്. അറേസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വി ക്യാൻ സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ് അണ്ടർ വൺ നെയിം. നമ്മൾക്ക് മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡെക്സ് പൊസിഷൻസ് ആക്സസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈസി ആക്സസ് യൂസിങ് ഇൻഡെക്സ് ആൻഡ് ഫാസ്റ്റർ പ്രോസസ്സിംഗ്. ഫാസ്റ്റർ പ്രോസസ്സിംഗ് ആയിരിക്കും ബിക്കോസ് മൾട്ടിപ്പിൾ വാല്യൂസ് ആർ സ്റ്റോർഡ് അണ്ടർ വൺ നെയിം. അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്ന് നമ്മൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു സിംഗിൾ നെയിമിൽ നമ്മൾക്ക് ആക്സസ് ചെയ്യാം. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് സൈസ് ആണ്. അതായത് സൈസ് കനോട്ട് ബി ചേഞ്ച്ഡ് ലേറ്റർ. വൺസ് അത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈസ് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് അറേ ഈക്വൽ ടു ന്യൂ ഇൻറ്റ് 5. അപ്പോൾ അറേ സൈസ് ഇവിടെ 5 ആണ്. ഇനി നമ്മൾക്ക് അതിനെ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പറ്റില്ല. അതാണ് അറേസിൻ്റെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിക്സ്ഡ് സൈസ്. നെക്സ്റ്റ് വൺ, സ്ട്രിങ്സ്. A string is a sequence of characters. For example, string name equal to hello. ഇവിടെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ ജോയിൻ ചെയ്തിട്ടാണ് ഒരു വേർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് എ സീക്വൻസ്. സോ ഇവിടെ ഹെലോ എന്ന് പറയുന്ന ഈ HELLO ഇതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്ട്രിങ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. H എന്ന് പറയുന്ന ക്യാരക്ടർ, E എന്ന് പറയുന്ന ക്യാരക്ടർ, LLO എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്തൊരു സീക്വൻസ് ആയിട്ട് ചെയ്തപ്പോൾ അതൊരു സ്ട്രിങ് ആയി. ഓക്കെ. ക്രിയേറ്റിംഗ് സ്ട്രിങ്സ്. സ്ട്രിങ്സിനെ നമുക്ക് ബേസിക്കലി 2 മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സ്ട്രിങ് നെയിം ഈക്വൽ ടു ജാവ. സിംപ്ലി ജാവ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് മെത്തേഡ് സ്ട്രിങ് നെയിം ഈക്വൽ ടു ന്യൂ സ്ട്രിങ് ജാവ. ഇങ്ങനെയും ഒരു സ്ട്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യാം. കോമൺ സ്ട്രിങ് മെത്തേഡ്സ്. സ്ട്രിങ്ങിൽ യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റിട്ടേൺ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. നമ്മൾ കൊടുത്ത സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് തരുന്ന മെത്തേഡാണ് ലെങ്ത്. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എസ് ഡോട്ട് ലെങ്ത്. അതായത് സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ. നമുക്ക് കിട്ടേണ്ടത് ഈ എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ്. അതായത് ജാവ എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 4. ഇതാണ് ലെങ്ത് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ടു അപ്പർ കേസ്. അതായത് ലോവർ കേസ് ലെറ്റേഴ്സിനെ അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
സോ എക്സാമ്പിൾ string s equal to java system.out.println s dot to uppercase. സോ ഇവിടെ s എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിങ് എന്തായിരിക്കും, നമ്മൾക്ക് ഔട്ട്പുട്ട് എല്ലാം അപ്പർ കേസ് ലെറ്റേഴ്സ് ആയിട്ട് കിട്ടും. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടു അപ്പർ കേസ്. നെക്സ്റ്റ് വൺ ടു ലോവർ കേസ്. നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഇവിടെ ജാവ എന്ന് പറയുന്ന സ്ട്രിങ് ഫുൾ ക്യാപ്സ് ആണ്, നമ്മൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ലോവർ കേസ് ആയിട്ടാണ്. സോ സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ system.out.println എസ് ടു ലോവർ കേസ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലോവർ കേസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടു ലോവർ കേസ്. നെക്സ്റ്റ് char at, ദാറ്റ് ഈസ് റിട്ടേൺസ് ക്യാരക്ടർ അറ്റ് എ സ്പെസിഫൈഡ് ഇൻഡെക്സ്. നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇൻഡെക്സ് പൊസിഷനിൽ ഏത് ക്യാരക്ടർ ആണോ അത് നമ്മൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടണം. അതിനാണ് char at എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് എസ് ഈക്വൽ ടു ജാവ. അപ്പോൾ ഇതിൽ എത്ര ഇൻഡെക്സ് പൊസിഷൻ ഉണ്ടാവും? ജെ എന്ന് പറയുന്നത് 0th ഇൻഡെക്സ് പൊസിഷനിലാണ്, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷനിൽ, എഗെയിൻ എ എന്ന് പറയുന്നത് തേർഡ് ഇൻഡെക്സ് പൊസിഷനിൽ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് system.out.println എസ് ഡോട്ട് char at 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ ഏത് ലെറ്റർ ആണോ ഉള്ളത് അതാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്നതിൽ ഏതാണ്? എ ആണുള്ളത്. J0 A1. സോ എ എന്ന് പറയുന്ന ലെറ്റർ പ്രിന്റ് ചെയ്യിക്കും. ഇനി ഇവിടെ char at 2 ആണെന്നുണ്ടെങ്കിലോ 0 എന്ന് പറയുന്നത് J, A1, B ആണ് 2വിലുള്ളത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? B ആയിരിക്കും ഔട്ട്പുട്ട്. നെക്സ്റ്റ് മെത്തേഡാണ് ഈക്വൽസ്. അതായത് രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈക്വൽസ്. ഫോർ എക്സാമ്പിൾ സ്ട്രിങ് S1 ഈക്വൽ ടു ജാവ, സ്ട്രിങ് S2 ഈക്വൽ ടു ജാവ. system.out.println S1 ഡോട്ട് ഈക്വൽസ് S2. അതായത് S1ഉം S2ഉം ഈക്വൽ ആണോ? അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ. ഇതേമാതിരി ട്രൂ ഓർ ഫോൾസ് ആയിട്ടുള്ള റിസൾട്ടിനായിരിക്കും ഈക്വൽസ് യൂസ് ചെയ്യുക, ഈക്വൽസ് മെത്തേഡ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ബേസിക്കലി ഫോർ കമ്പയറിങ് ടു സ്ട്രിങ്സ്. ഇതിപ്പോൾ S1 ഈക്വൽ ടു ജാവ, S2 ഈക്വൽ ടു പൈത്തൺ, ഇങ്ങനെയാണ് രണ്ട് സ്ട്രിങ് എങ്കിൽ system.out.println S1 ഡോട്ട് ഈക്വൽസ് S2 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. കാരണം S1 ജാവയാണ്, S2 പൈത്തൺ ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇതിനാണ് ഈക്വൽസ് മെത്തേഡ് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് മെത്തേഡാണ് കോൺകാറ്റ്. അതായത് രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്ത് ഒറ്റ സ്ട്രിങ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണത്. സപ്പോസ് ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് ഈക്വൽ ടു ഹലോ, സ്ട്രിങ് സെക്കൻഡ് ഈക്വൽ ടു ജാവ. നമ്മൾക്ക് ഈ കോൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും കൂടി ഒരൊറ്റ സ്ട്രിങ് ആക്കണം. സോ system.out.println ഫസ്റ്റ് ഡോട്ട് കോൺകാറ്റ് എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ കൊട്ടേഷൻസ് കൊടുക്കുക. ഡോട്ട് കോൺകാറ്റ് സെക്കൻഡ്. ഈ കൊട്ടേഷൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സ്പേസ് വേണം. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹലോ ജാവ. ഈ രണ്ട് സ്ട്രിങ്ങും കൂടി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അതിനാണ് ഈ കോൺകാറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യണത്. നെക്സ്റ്റ് വൺ വെക്റ്റർ ക്ലാസ്. വെക്റ്റർ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ടൈപ്പ് ഓഫ് അറേ ആണ്. ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡൈനാമിക് അറേ. അൺലൈക്ക് അറേസ് ഇറ്റ് സൈസ് ക്യാൻ ഗ്രോ ഓർ ഷ്രിങ്ക് ഓട്ടോമാറ്റിക്കലി. നമുക്ക് അറേ സൈസ് വൺസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെക്റ്റർ ക്ലാസിൻ്റെ അറേ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അറേ പോലെയല്ല വെക്റ്റർ ക്ലാസ്. സപ്പോസ് പാക്കേജ് ഈസ് ആൻ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് വെക്റ്റർ. ഇങ്ങനെ വരുന്നതാണ് വെക്റ്റർ ക്ലാസ് എന്ന് പറയുന്നത്. ക്രിയേറ്റിംഗ് എ വെക്റ്റർ. ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് വെക്റ്റർ സ്ട്രിങ് നെയിംസ് ഈക്വൽ ടു ന്യൂ വെക്റ്റർ. ആംഗുലർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. സോ ഫോർ ആഡിങ് എലമെൻറ്റ്സ് വെക്റ്റർ സ്ട്രിങ് നെയിംസ് ഈക്വൽ ടു ന്യൂ വെക്റ്റർ, നെയിംസ് ഡോട്ട് ആഡ് ജാവ, നെയിംസ് ഡോട്ട് ആഡ് പൈത്തൺ, നെയിംസ് ഡോട്ട് ആഡ് നെറ്റ്ബീൻസ്, system.out.println നെയിംസ്. നമ്മളിവിടെ നെയിംസ് എന്ന് പറഞ്ഞു കൊടുത്ത എല്ലാ നെയിംസും പ്രിന്റ് ചെയ്യണം. സോ വെക്റ്റർ ക്ലാസ് എങ്ങനെയായിരിക്കും പ്രിന്റ് ചെയ്യുക? നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ നെയിമും ഇതേമാതിരി ഒരു അറേ ഫോമിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇതാണ് വെക്റ്റർ ക്ലാസ്. ഇങ്ങനെയാണ് വെക്റ്റർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിന് യൂസ് ചെയ്യുന്ന ലൈൻ ഓഫ് കോഡാണ് വെക്റ്റർ സ്ട്രിങ് നെയിംസ് ഈക്വൽ ടു ന്യൂ വെക്റ്റർ. ഇനി ആ വെക്റ്ററിന്ന് നമ്മൾക്കൊരു എലമെൻ്റ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ലൈനാണ് system.out.println നെയിംസ് ഡോട്ട് ഗെറ്റ് 0. അതായത് 0th ഇൻഡെക്സ് പൊസിഷനിൽ ഏത് നെയിമാണോ നമ്മൾ ആഡ് ചെയ്തത് അത്.
അപ്പോൾ ഇവിടെ 0th പൊസിഷനിൽ ഏതാണ് ഉണ്ടാവുക? ഇവിടെ ജാവ, പൈത്തൺ, നെറ്റ് ബീൻസ്. അപ്പോൾ ജാവയാണ് 0th പൊസിഷനിലുള്ളത്, പൈത്തൺ ഫസ്റ്റ് പൊസിഷൻ, നെറ്റ് ബീൻസ് തേർഡ് പൊസിഷൻ. അപ്പോൾ ഇവിടെ ഏതാ ചോദിച്ചിരിക്കുന്നത്? നെയിംസ് ഡോട്ട് ഗെറ്റ് 0. അപ്പോൾ 0th പൊസിഷനിൽ ജാവയാണുള്ളത്, അപ്പോൾ ഔട്ട്പുട്ട് ജാവ എന്ന് വരും. ദെൻ റിമൂവിങ് എലമെൻറ്റ്സ്. സോ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് നെയിംസ് ഡോട്ട് റിമൂവ്. ഇങ്ങനെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു നെയിം റിമൂവ് ആവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ജാവ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ ജാവ എന്ന് പറയുന്ന എലമെൻറ്റ് റിമൂവ് ആവും. ഇതാണ് റിമൂവിങ് എലമെൻറ്റ്സ്. ദെൻ സൈസ് ഓഫ് വെക്റ്റർ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നെയിംസ് ഡോട്ട് സൈസ്. ഈ ലൈനാണ് ഒരു വെക്റ്ററിൻ്റെ സൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ കമാൻഡ് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വെക്റ്ററിൻ്റെ സൈസ് എന്താണ്? 3 ആണ്. 3 നെയിംസ് ആണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വെക്റ്റർ സൈസ് വിൽ ബി 3. കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇമ്പോർട്ട് java.util.vector. ഇവിടെ നമ്മളൊരു വെക്റ്റർ ക്ലാസ് പാക്കേജ് എടുത്തു. ദെൻ പബ്ലിക് ക്ലാസ് മെയിൻ മെത്തേഡ്. ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗ് എസ് വെക്റ്റർ സ്ട്രിംഗ് ഫ്രൂട്ട്സ് ഈക്വൽ ടു ന്യൂ വെക്റ്റർ. നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ നെയിമാണ് ആഡ് ചെയ്യേണ്ടത്. സോ ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് ആപ്പിൾ, ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് മാംഗോ, ഫ്രൂട്ട്സ് ഡോട്ട് ആഡ് ഓറഞ്ച്. ഇത് മൂന്നും നമ്മൾ വെക്റ്ററായിട്ട് ആഡ് ചെയ്തു. ഇനി എന്താണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന വെക്റ്ററിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നെയിംസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. ദെൻ ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ് മാംഗോ. എന്നിട്ട് ആ ഒരു സെറ്റിൽ നിന്ന് മാംഗോ എന്ന് പറയുന്ന നെയിം നമ്മൾക്ക് റിമൂവ് ചെയ്യണം. അഗെയിൻ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ ഫ്രൂട്ട്സ്. അതിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സൈസ് ഈക്വൽ ടു ഫ്രൂട്ട് പ്ലസ് ഫ്രൂട്ട്സ് ഡോട്ട് സൈസ്. അതായത് ആ ബാക്കിയുള്ള വെക്റ്ററിൽ എത്ര നെയിംസ് ഉണ്ടോ അതിൻ്റെ സൈസും വേണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഇവിടെ വെക്റ്റർ ക്ലാസ് ഇനീഷ്യലൈസ് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ വെക്റ്ററിൽ 3 ഫ്രൂട്ട് നെയിംസ് ആഡ് ചെയ്തു. എന്നിട്ട് അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതിനെ പ്രിൻ്റ് ചെയ്യിക്കണം. ആ അറേ നമ്മൾ അവിടെ പ്രിൻ്റ് ചെയ്യിക്കണം. സോ ഫസ്റ്റ് ആപ്പിൾ, മാംഗോ, ഓറഞ്ച് നമ്മൾ ആഡ് ചെയ്ത 3 നെയിംസും ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടി. ഇനി സെക്കൻഡ് എന്താണ് ക്വസ്റ്റ്യൻ? ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ് മാംഗോ. മാംഗോ എന്ന് പറയുന്ന നെയിം റിമൂവ് ചെയ്യണം. സോ ഇതിൽ മാംഗോ റിമൂവ് ആയി. എന്നിട്ട് ബാക്കി സെറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സൈസ് ഈക്വൽ ടു പ്ലസ് ഫ്രൂട്ട്സ് ഡോട്ട് സൈസ്. ബാക്കിയുള്ള ആ സെറ്റിൻ്റെ സൈസ് പ്രിൻ്റ് ചെയ്യണം. സോ മാംഗോ ഡിലീറ്റ് ചെയ്തു, ആപ്പിൾ, ഓറഞ്ച്. സോ ദ ഫൈനൽ സൈസ് ഈസ് 2. ഇതാണ് ഒരു വെക്റ്റർ ക്ലാസിൻ്റെ സിംപ്ലസ്റ്റ് എക്സാമ്പിൾ. Hope you understand, and thank you for watching. And for more videos, please like and subscribe. Thank you.